അസ്സലാമു അലൈക്കും. കരുവാരകുണ്ട് ദാറുൽനജാത്ത് ഓർഫനേജ് UP സ്കൂളുമായി ബന്ധപ്പെട്ട് പുതിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമം ദിനപത്രത്തിലെ ഒരു 4 കോളം റിപ്പോർട്ട് ഒരു വിഭാഗങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഘോഷിക്കുന്നതിനോടൊന്നും വിയോജിപ്പില്ല. പക്ഷെ വാട്സപ്പിലെ PM-ലൊക്കെ വന്ന് പലതും പറയാൻ പാടില്ലാത്തത് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും. അതിനോടനുബന്ധിച്ച് പൂക്കോട്ടുംപാടം സ്വദേശി ചെയ്തൊരു വീഡിയോയിൽ വ്യക്തിപരമായി ഞാൻ പരാമർശിക്കപ്പെട്ടതോടുകൂടി ചില വ്യക്തതകൾക്ക് വേണ്ടി മാത്രമാണ് പരിശുദ്ധ റമദാനിലും ഈ വീഡിയോക്ക് മുമ്പാകെ വരേണ്ടി വന്നത്. തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഒളിച്ചോട്ടത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പാകെ വരുന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നം? പരാതിക്കാരൻ ഞാൻ തന്നെയാണ്. 2023 കൊടുത്ത പരാതിയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുത്തത് വണ്ടൂർ AEOയും ടീമുമാണ്. വണ്ടൂർ AEO കരുവാറുണ്ടുകാരനായ അപ്പുണ്ണി മാസ്റ്ററായിരുന്നു. അദ്ദേഹവും ടീമും 2023 ജൂലൈയിൽ വന്ന് ഒരു ദിവസം മുഴുവൻ സ്ഥാപനത്തിൽ വിശദമായ പരിശോധന നടത്തി അവിടുത്തെ ഹെഡ് മാസ്റ്ററിൽ നിന്നും മാനേജറിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ട അധ്യാപകരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ആ റിപ്പോർട്ട് DPI പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയും DPI മലപ്പുറം DDയോട് ഒരിക്കൽ കൂടി അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ച് കുറ്റക്കാർക്കെതിരെ KER പ്രകാരം നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് സർക്കാരിൽ മെല്ലെപ്പോക്ക് പോകുന്ന സ്വഭാവം കണ്ടപ്പോൾ ഇത് വൈറ്റ് വാഷ് ചെയ്യപ്പെടും എന്ന തോന്നലുണ്ടായത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയുടെ നിരന്തരമായ ഇടപെടലുകൾ വഴി റിപ്പോർട്ട് വൈകിച്ചെങ്കിൽ പോലും വീണ്ടും അവിടെ ഒരു ഹിയറിംഗ് വെച്ചു 2024 ജൂലൈ 19. ആ ഹിയറിംഗിൽ ഇവർ സമർപ്പിച്ച വ്യാജരേഖകൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ RTI പ്രകാരം ആ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാരിൽ നിന്ന് ആ രേഖ കിട്ടിയത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. എന്താണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്? ഇവരാരും കുറ്റം ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല. വീഡിയോ ചെയ്ത വ്യക്തിന്റെ കയ്യിൽ പത്രത്തിലെ 4 കോളം റിപ്പോർട്ട് മാത്രമാണെങ്കിൽ എന്റെ കയ്യിൽ ആ എൻക്വയറി റിപ്പോർട്ട് 43 പേജ് മുഴുവൻ വായിച്ചു നോക്കിയാൽ ഇത് എന്ത് എന്ന് ബോധ്യപ്പെടും. ഇവർ കണ്ടെത്തിയത് എന്താ അതിനകത്ത്? ഇവർ കണ്ടെത്തിയത് 11/11/2015 ശേഷം 2 ഇടങ്ങളിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയിട്ടില്ല. മാത്രവുമല്ല അതിനുശേഷം അവർ സ്ഥിരമായി അവിടെ ജോലി ചെയ്തിരുന്നു എന്നതിന് തെളിവായി അവർ ഉപയോഗിച്ചത് 2016 മാർച്ച് 15 AEOയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇവർ സംബന്ധിച്ചിരുന്നു എന്നാണ്. ആ രേഖ തന്നെയാണ് ഒന്നാമതായി ചർച്ചക്കിടേണ്ടത്. 2016 മാർച്ച് 15 മോഹൻദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അക്കാലത്ത് വണ്ടൂർ AEOയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ യോഗം 18 പേരാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്. AEOനെ കൂടാതെ ഹെഡ് മാസ്റ്റർ, ബാക്കി 15 അധ്യാപകര്, ഒരു പിയൂൺ. അതവർ സമർപ്പിച്ചിട്ടുണ്ട് അവിടെ. ആ 18 പേരിൽ 4 പേര് ആരാണ്? അതാണ് സംശയം. ഒരു റെയ്ഹാന മോളുണ്ട്, അത് ആരാന്നറിയില്ല. മറ്റൊരു ബുഷ്റ M, മറ്റൊരു മുജീബ് റഹ്മാൻ, മറ്റൊരു അബ്ദുൽ ഹക്കീം. ഈ 4 പേരെയാണ് സംശയം. ആ 4 പേര് ഇന്നും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ല. 2016 മാർച്ച് 15 AEOയുടെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗിൽ പങ്കെടുത്ത അധ്യാപകരെവിടെ? ഈ 4 പേരും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം നടക്കാറുണ്ട്. കല്യാണത്തിന് വിളിച്ചവരാണ് പോകുക. കുറിക്കല്യാണത്തിന് ആർക്കും പോകാലോ. ആ രീതിയിൽ കുറിക്കല്യാണം പോലെ പകരക്കാരായി പങ്കെടുത്ത ആളുകളാണ് ഈ 4 ആൾ. ഈ 4 ആളെ കുറിച്ച് വിശദമായ പഠനം ഞാൻ നടത്തി. പഠനം നടത്തിയെന്ന് മാത്രമല്ല RTI പ്രകാരം വണ്ടൂർ AEOയോട് ഇവരുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ ഞാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ഈ റൈഹാന മോളെ കുറിച്ച് വണ്ടൂർ AEOക്ക് അറിയില്ല. OE ഓഫീസിൽ നിന്ന് കിട്ടിയ രേഖകൾ ഞാൻ അതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ബുഷറ എന്ന ആളുണ്ട്. 2024 ജൂൺ മാസത്തിലാണ് അതിനെ നിയമിച്ചിരിക്കുന്നത്. 2024 ജൂൺ മാസത്തിൽ നിയമിക്കപ്പെട്ട ആളെങ്ങനെയാണ് 2016 മാർച്ച് 15 മീറ്റിംഗിൽ പങ്കെടുക്കുക? ഒരു മുജീബ് റഹ്മാൻ ഉണ്ട്. അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നു, ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ്. എന്ത് തരികടയാണ് ഇവിടെ നടന്നത്? തട്ടിപ്പെന്താ നടന്നത്? ആരാണ് തട്ടിപ്പ് നടത്തിയത്? 2017 ജനുവരിയിലാണ് മുജീബിന് PSC കിട്ടി പോവുകയാണ്. കോട്ടയം ജില്ലയിലാണ് ആദ്യം പോകുന്നത്. 1 കൊല്ലം അവിടെ പണിയെടുത്തു, കുറവിലങ്ങാട് എന്ന സ്ഥലത്ത്. പിന്നീട് ഒന്ന് അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു. 5 കൊല്ലം അട്ടപ്പാടി ജോലി. ഇപ്പൊ നമ്മളെ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ബോർഡറായ കരിങ്കല്ലത്താണിയിലെ മാണിക്കപ്പറമ്പ് എന്ന സ്കൂളിലാണ് ഈ മുജീബ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്റെ ചോദ്യം, 2017 ജാനുവരിയിൽ റിലീവ് ചെയ്ത മുജീബിന് 11/11/2015 മുതൽ സർക്കാർ ശമ്പളത്തിന് അർഹത ഉണ്ടല്ലോ. 2016 മാർച്ച് 15 മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണല്ലോ. എന്താണ് ഉണ്ടായത്? അതും നടന്നിട്ടില്ല. പിന്നെ ഹക്കീമാണ്.
ഹക്കീമിന്റെ പ്രപ്പോസൽ 2017 കൊടുത്തു, 2022 കൊടുത്തു. രസകരമായ സംഭവമാണ് അതൊക്കെ. 17 നിയമിച്ചതായി രേഖകൾ ഉണ്ടാക്കിയിട്ട് പ്രപ്പോസൽ കൊടുക്കുന്ന 2022 5 കൊല്ലങ്ങൾക്ക് ശേഷം. ഒരു അധ്യാപകനെ ഒരു സ്കൂളിൽ നിയമിച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തിനകം പ്രപ്പോസലുകൾ ബന്ധപ്പെട്ട് എഇഒക്ക് സമർപ്പിക്കണമെന്നാണ് നിയമം. ഇത് 5 കൊല്ലങ്ങൾക്ക് ശേഷം സമർപ്പിച്ചതോടുകൂടി വൈകിയതിന്റെ പേരിൽ ആ പ്രപ്പോസലുകളൊക്കെ മടക്കുകയാണ്. നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ വെച്ചതാണ്. വേണമെങ്കിൽ ആ രേഖകളും എൻ്റെ അടുത്തുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് 2016 മാർച്ച് 15 ഏക യോഗം നടന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു തട്ടിക്കൂട്ടിയ യോഗം ഇവർക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കാതിരിക്കാൻ നിർവാഹമല്ല. പിന്നീട് ഇവരെന്താ കണ്ടെത്തിയത്? ഇവർ BRC പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. 3 ടീച്ചർമാരിൽ 2 പങ്കെടുത്തിട്ടുണ്ട്. ഏതു വർഷം? 2018 മുതലേ പങ്കെടുത്തിട്ടുള്ളൂ. ഞാനല്ല വിവരാവകാശം കൊടുത്തത്. ചോക്കാട് സ്വദേശി സുബൈർ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ വീട്ടിലെ മേൽവിലാസത്തിൽ നൽകിയ വിവരാവകാശ പ്രകാരം കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. കൃത്യമായി പറയുന്നുണ്ട്. BRCയിൽ എന്താ കൊടുത്തത്? 2018 മുതൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് 15, 16, 16, 17, 17, 18 കൊല്ലങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ഇത് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ടും. ഈ 3 കൊല്ലക്കാലം അവരോട് ഉണ്ടായിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് അങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് പങ്കെടുത്തിട്ടുണ്ട്. എങ്കിൽ സുലാഫയുടെ കാര്യം നോക്കുക. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാൻ കൊടുത്ത വിവരാവകാശ പ്രകാരം വണ്ടു BRCയിൽ നിന്ന് കിട്ടിയതാണ്. 2015, 16, 16, 17, 17, 18, 18, 19 വർഷങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. 19, 20 പങ്കെടുത്തു. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. 31/12/2015 മുതൽ സർക്കാർ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ടീച്ചർ 6/3/2019 ഉത്തരവിന് ശേഷം മാത്രമാണ് സ്ഥാപനത്തിൽ വന്ന് ജോലി തുടങ്ങിയത്. അതുവരെ പണിയെടുക്കാതെ ശമ്പളം വാങ്ങി. അത് തന്നെയാണ് വാദം. അത് രേഖകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ മാനേജറുമായി ബന്ധപ്പെട്ടൊരു വിഷയം. ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെന്ററിന്റെ നിയമാവലി പ്രകാരം അതിന്റെ ജനറൽ സെക്രട്ടറി തന്നെ ആയിരിക്കണം മാനേജറും കറസ്പോണ്ടന്റും. അതിന്റെ ജനറൽ സെക്രട്ടറി 2009 മുതൽ ഇപ്പോഴും അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബ് മുൻ MLA. ഉമ്മർ സാഹിബ് ആയിരിക്കണം എന്നല്ല പറഞ്ഞിരിക്കുക. ജനറൽ സെക്രട്ടറി ആരാണോ അയാളായിരിക്കണം അതിന്റെ മാനേജറും കറസ്പോണ്ടന്റും. ഭരണഘടനയിൽ നാളെ ഇതുവരെ ഭേദഗതി ഉയർത്തിയിട്ടില്ല. ഭേദഗതി ഉയർത്താൻ പറ്റാത്ത വകുപ്പുമാണ്. അപ്പൊ എന്തുണ്ടായി? നിലവിലുള്ള മാനേജർ അതിന് അയോഗ്യനാണെന്ന് കണ്ടെത്തിയതോടുകൂടി ഇവർ ചെയ്തതെന്താ? ഈ ഉമ്മർ സാഹിബ് ഇയാളെ മാനേജറായി ഓതറൈസ് ചെയ്തു എന്ന ഒരു വ്യാജ ലെറ്റർ തിരുവനന്തപുരത്തേക്ക് കൊടുക്കുമ്പോ ഒരു ഓഫീസിൽ നിന്നാണല്ലോ കൊടുക്കുന്നത്. കള്ള രേഖ ഉണ്ടാക്കുമ്പോ അത് കളവല്ലാന്ന് ബോധിപ്പിക്കാനുള്ള ബാധ്യത പേർക്കല്ലേ. ഒരു നുണ ചെയ്യുമ്പോൾ ധാരാളം നുണകളെ കൂട്ടുപിടിക്കേണ്ടി വരുന്നതിന്റെ തെളിവാണത്. ആ ലെറ്റർ ഹെഡ് നിങ്ങൾക്ക് ഇതിൽ കാണാം. 2009 മാർച്ച് മാസം ഡേറ്റ് കൊണ്ട് ആ ലെറ്റർ ഹെഡ് മാർച്ച് 30 വണ്ടൂർ എക്ക് കൊടുത്ത കത്തിന്റെ പകർപ്പാണ് ഞാൻ അതിൽ കാണിക്കുന്നത്. ലെറ്റർ ഹെഡിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് പ്രസിഡന്റ്. ശരിയാണ്. ജനറൽ സെക്രട്ടറി ആരാ? അഡ്വക്കേറ്റ് ഉമ്മർ, അന്ന് MLA ആണ്. ശരിയാണ്. ട്രഷറർ AP വാപ്പുഹാജി എന്നാ കൊടുത്തത്. വാപ്പുഹാജി നജാത്തിന്റെ ട്രഷറായിരുന്നു എന്ന് അവർക്കറിയാം. ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഭരണസമിതിയിലെ ആളുകൾക്ക്, അല്ലെങ്കിൽ ഭാരവാഹികൾക്ക് ഇവരൊക്കെ ഏത് കാലഘട്ടങ്ങളിലായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹിയായിരുന്നു എന്ന് പോലുമില്ല. അറിവില്ലായ്മ എത്രത്തോളം ദോഷം ചെയ്യും. വാപ്പുഹാജി എന്നാ ട്രഷറാകുന്നത്? വാപ്പുഹാജി സ്ഥാപനത്തിന്റെ ട്രഷറാകുന്നത് 2010 ജൂലൈ 1 ഖാലിദ് ഹാജിയുടെ ഭരണത്തെ തുടർന്നാണ്. അതുവരെ പുല്ലൂർഷം ഖാലിദ് ഹാജി ആയിരുന്നു നജാത്തിന്റെ ട്രഷറർ. അദ്ദേഹം 2010 ജൂലൈ 1 മരിച്ചു. പിന്നെ വാപ്പുഹാജിയായി. ലെറ്റർ പേഡ് എന്നാ? 2009 മാർച്ച്. ഇവിടെ വാപ്പുഹാജിക്ക് ഒരു വലിയ അംഗീകാരം കിട്ടി. ഒരു മരണാനന്തര ബഹുമതി ഇവരെ വക കിട്ടി. വാപ്പുഹാജി ട്രഷറായത് മുൻകാല പ്രാബല്യത്തോടു കൂടി മരണാനന്തര ബഹുമതി ആയിക്കൊണ്ട് 2009 മാർച്ച് മുതൽ ഈ പുതിയ മാനേജറും ടീമും വാപ്പുഹാജിയെ ട്രഷറായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ട്രഷറാകുന്ന 2010 ജൂലൈ 1 ശേഷമാണ്. ഇവിടെ ആരെ വ്യാജരേഖ ഉണ്ടാക്കി? ഇതൊക്കെ കോടതി മുമ്പാകെ വരുന്ന രേഖകളാണ്. ഇതൊക്കെ നിലനിൽക്കെ തെളിവുകളില്ല എന്നതിന്റെ പേരിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. തെളിവുകളില്ല എന്നതിന്റെ പേരിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതില്ല എന്ന് ഇവർക്ക് വേണ്ടി മാത്രം സർക്കാർ ഉണ്ടാക്കിയ ഒരു 3 അംഗ സമിതിയുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ കേസ് കോടതിയിലാണ്. എന്റെ കോടതി പോകാൻ കാരണം ഈ കേസിന്റെ തുടക്കം മുതലേ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരുന്നു.
കൃത്യമായ സർക്കാരിൽ സ്വാധീനങ്ങൾ ചൊരുത്തിക്കൊണ്ട് ഈ കേസ് വൈറ്റ് വാഷ് ചെയ്യപ്പെടുമെന്ന തോന്നൽ നേരത്തെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പൊ ഹൈക്കോടതി പരിഗണനയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും നമ്മളെ കയ്യിലുണ്ട്. മാത്രവുമല്ല, ബഹുജനങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. ഇത്രത്തോളം വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ ഉസുറും പൊളിയില്ലാതെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ മാത്രം ഒരു ദീദി സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു UP സ്കൂളിലെ മാനേജറും അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററും തയ്യാറാകുന്നു എന്നുള്ളത് ഖേദകരമാണ്. കൂടുതലൊന്നും പറയുന്നില്ല. പൂക്കോട്ടുംപാടത്തുകാരൻ ചെയ്ത വീഡിയോ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അതിൽ പരാമർശിച്ചതിനൊക്കെ നേരത്തെ മറുപടി നൽകിയതാണ്. വീണ്ടും അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുരു പൊട്ടിയതുപോലെ മാധ്യമത്തിന്റെ ഒരു 4 കോളം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെറിപ്പൂരങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന മരക്കുറ്റികളോട് പറയാനുള്ളത്, ഇതിൽ നിന്നൊന്നും നിങ്ങൾ രക്ഷപ്പെടില്ല. കാരണം ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ മാത്രമല്ല, മലയാളം അറിയുന്ന, മലയാളം സംസാരിക്കുന്ന ലോകത്തുടനീളമുള്ള മുഴുവൻ ആളുകൾക്കിടയിലും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഈ സംഭവങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അരിഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ സംഭവത്തിന്റെ നിജസ്ഥിതി കൃത്യമായി അറിയുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും തിരുത്താൻ വേണ്ടി മാത്രമാണ് വീഡിയോയിലേക്ക് വന്നത്. പരിശുദ്ധ റമദാനിൽ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. ഏതായിരുന്നാലും ജനങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ധർമ്മജാത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തെ അല്ല ഉദ്ദേശിച്ചത്. ആ സ്ഥാപനത്തെ ഇതുപോലെ അഴിമതിവൽക്കരിക്കുകയും സ്വജനപക്ഷപാതം കാണിച്ചുകൊണ്ട് ബഹുജനങ്ങളിൽ നിന്ന് ആ സ്ഥാപനത്തെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു ടീമുണ്ട്. ആ ടീമിനെയാണ് മാറ്റി നിർത്തേണ്ടത്. ആ ടീമിനോടാണ് നിസ്സഹകരണം പ്രഖ്യാപിക്കേണ്ടത്. മറിച്ച് സ്ഥാപനത്തോടല്ല. സ്ഥാപനത്തെ എല്ലാവരും സഹായിക്കണം. സ്ഥാപനം നമ്മുടേതാണ്, നാട്ടുകാരുടേതാണ്. അതുകൊണ്ട് ധർമ്മജാത്ത് അതിന്റെ പ്രവർത്തന പരിധി 5-6 പഞ്ചായത്തുകളാണ്. അതിന്റെ പ്രവർത്തക സമിതി അംഗങ്ങളും വരുന്നത് അങ്ങനെയാണ്. ചോക്കാട്, കാളികാവ്, കരുവാരകുണ്ട്, തൂര്, എടപ്പറ്റ, മേലാറ്റൂർ പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് അതിന് പ്രവർത്തക സമിതിയിലുള്ളത്. കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ കടന്നു വരേണ്ടതുണ്ട്. 2023, 24, 24, 25, 22, 23 കാലയളവുകളിൽ ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ ഇവർ അവതരിപ്പിച്ച, ഇവർ കൊടുത്ത പ്രവർത്തക സമിതി ലിസ്റ്റിൽ തന്നെ ധാരാളം വ്യത്യാസങ്ങളുണ്ടെന്ന കാര്യം എനിക്കറിയാം. ഞാൻ അതിലേക്ക് വരുന്നില്ല. 201 ജനറൽ ബോഡി അംഗങ്ങളിൽ നിന്ന് 40 പ്രവർത്തക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് ഈ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ആളുകളാണ്. അതിൽ നിന്നാണ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കേണ്ടത്. പരമാവധി 11 ഭാരവാഹികളെ അതിനകത്ത് പാടൂ എന്ന് ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട്. ആ ഭരണഘടന എഴുതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് KT ഉസ്താദാണ്. എഴുതിയിരിക്കുന്നത് KT ഉസ്താദാണ്. 124/84 അതിന്റെ രജിസ്റ്റർ നമ്പർ. ഇങ്ങനെ ഉസ്താദ് എഴുതി തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത ഭരണഘടനയിൽ തന്നെ ആരും അറിയാതെ ഭേദഗതിക്ക് പോലും വിധേയമാകാത്ത വകുപ്പുകളിൽ പോലും കടന്നു കയറിക്കൊണ്ട് സ്വാഭാവികമായിട്ടും സ്വന്തവൽക്കരണം നടത്തിയിരിക്കുന്നു എന്ന സംശയം പോലും അക്കാര്യത്തിന് എനിക്കുണ്ട്. ആവശ്യം വന്നാൽ രേഖകൾ സഹിതം മറ്റൊരു വീഡിയോയിലേക്ക് വരാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയപ്പെടുന്ന 6 പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ബഹുജനങ്ങളുടെ സ്ഥാപനമാണ് ധർമ്മജാത്ത്. ഏതോ ഒരു കുടുംബത്തിന്റെയോ വ്യക്തിയുടെയോ സ്ഥാപനമല്ല. ആ പറയപ്പെടുന്ന ആളുകളൊക്കെ മാറാം, പക്ഷെ സ്ഥാപനം നിലനിൽക്കണം. അതുകൊണ്ട് പറയാനുള്ളത്, ഇത്തരം ഒരു നല്ല സ്ഥാപനം, സുതാര്യമായി നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഇടക്കാലത്ത് മാത്രം ഈ കോലത്തിലേക്ക് എത്താൻ കാരണക്കാരാണോ അവരെയാണ് തിരിച്ചറിയേണ്ടത്. ഈ രേഖകളൊക്കെ ഉണ്ടാക്കി എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. ഇങ്ങനെ കൃത്യമായി കോടതി മുൻപാകെ നിലനിൽക്കുന്ന ഒരു കേസിൽ പോലും സർക്കാരിന്റെ അടുത്തേക്ക് ഇത്രത്തോളം വ്യാജരേഖകൾ ഉണ്ടാക്കാൻ ഒരു മടിയും ഇവർ കാണിട്ടില്ല. ഇവർ എത്ര പേരുണ്ടാക്കാൻ ഇവർ വിദഗ്ധരാണെന്ന് സമസ്ത തന്നെ തെളിയിച്ചതാണ്. ഇടയ്ക്കിടെ സമസ്തയിൽ നിന്ന് വ്യാജ ലെറ്റർ ഹെഡുകൾ ഇങ്ങനെ പുറത്തു വരാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, ചാരിയത് മടുക്കുമല്ലോ. അങ്ങനെ ചാരി നിൽക്കുന്ന ആളുകൾ തന്നെ ഇപ്പുറത്തും ഭാരവാഹികൾ ഉണ്ടാകുമ്പോൾ ഇതിലും വലിയ ലെറ്റർ ഹെഡുകൾ മാത്രമല്ല, ആധാരത്തിൽ പോലും തിരുത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭരണഘടനയിൽ അതുപോലെ തിരുത്തലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് ദുഷ്പേരുണ്ടാക്കിയത് ആരാണോ അവരെയാണ് അകറ്റി നിർത്തേണ്ടത്, അല്ലാതെ സ്ഥാപനത്തെ അകറ്റി നിർത്തേണ്ടത്. സ്ഥാപനത്തെ എല്ലാവരും സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.
ആവശ്യം വന്നാൽ ഇനിയും വീഡിയോയിൽ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.